ഹായ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരവൂരിനടുത്ത് തലശ്ശേരി എന്ന സ്ഥലത്താണ്. ഒരു ക്യൂബിക്കൽ ടൈപ്പ് മെയിൻ സ്വിച്ച് പൂർണ്ണമായിട്ട് കത്തിയ നിലയിലാണ് ഇവിടുത്തെ അവസ്ഥ. 63 ആംസിൻ്റെ HRC ഫ്യൂസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ മീറ്റർ ബോർഡ് വിത്ത് മെയിൻ എന്ന് എഴുതി കൊടുത്താൽ കിട്ടുന്നത് ചിലപ്പോൾ HRC ഫ്യൂസ് അടക്കമുള്ള മീറ്റർ ബോക്സ് ആയിരിക്കും. അതുപോലെ ആയിരിക്കാം ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് വിചാരിക്കാം. 3 HRC ഫ്യൂസും ബേണാകാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോർമലി ആയിട്ടുള്ള ഒരു കണക്റ്റിലോടുള്ള ഒരു വീടാണ്. കാരണം അവിടെ ആകെ ഒരു AC മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉള്ള ഒരു സർക്യൂട്ടിൽ ഒരു ചെറിയ കറണ്ട് ഫ്ലോ പോലും വലിയൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളതായി തീരും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഇവിടെ മീറ്റർ ബോർഡിൽ നിന്ന് DB വരെയുള്ള ദൂരത്തേക്ക് 10 mm² കേബിളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാകണം ഇവിടെ ഫയർ ഉണ്ടാകാനായിട്ട് ഉണ്ടായത്. സാധാരണ നമ്മുടെ വീടുകളിൽ HRC ഫ്യൂസിനേക്കാളും നല്ലത് കിറ്റ്കാറ്റ് ഫ്യൂസ് തന്നെയാണെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അത് നമുക്ക് ലോഡിന് ആനുപാതികമായിട്ട് വയർ ചെയ്ത് ഉപയോഗിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ HRC ഫ്യൂസ് വെച്ച ഈ സാഹചര്യം, ഈ വയർ ബേണായ സാഹചര്യം DBയുടെ അകത്താണെങ്കിൽ, അതായത് DBയിൽ ഈ ഇൻലെറ്റ് കണക്ട് ചെയ്യുന്ന സൈഡിലാണ് ഇതുപോലെ ഒരു ഫയർ ഉണ്ടായത് അല്ലെങ്കിൽ ഒരു ലൂസ് കോണ്ടാക്റ്റ് കാരണം ഉണ്ടായത് എങ്കിൽ ആ DB ഏകദേശം മൊത്തം കത്തി നശിക്കാൻ തന്നെ കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിറ്റ്കാറ്റ് ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലോഡിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഫ്യൂസ് വയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഉപയോഗിച്ചിരുന്ന HRC ഫ്യൂസുകളാണ് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്തത്. ഫ്യൂസ് ഒന്നും ബേണായിട്ടില്ല. ക്യൂബിക്കൽ മെയിൻ സ്വിച്ചിന് പകരം നമ്മൾ അവിടെ 63 ആംസിൻ്റെ ഐസൊലേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ വീടുകളിലെ ഇൻസ്റ്റാളേഷന് ശേഷം നമ്മൾ DB അതുപോലെ തന്നെ ബ്രേക്കർ സൈഡുകളിലൊന്നും നമ്മൾ PPM, അതായത് പ്ലാനഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന രീതിയിൽ ഒരു 6 മന്തിലെയോ അല്ലെങ്കിൽ ഇയർലി വൺസോ ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മുടെ ജോയിൻറ്റ്സ്, അതെല്ലാം നമ്മുടെ ബ്രേക്കറുകളുടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക്, എർത്ത് ലിങ്ക് അതെല്ലാം ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത നമുക്ക് ഉണ്ട്. അത് കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇലക്ട്രീഷ്യന്മാർ ശ്രമിക്കണം. അതുപോലത്തെ ഒരു സാഹചര്യം ആണ്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബേണാകാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ചെയ്ത വീടുകളിലായാലും ഇത്തരത്തിലുള്ള ഒരു സർവീസ് ആവശ്യമാണ് എന്ന് കസ്റ്റമറെ ബോധ്യപ്പെടുത്തണം. ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ DBയോ അതല്ലെങ്കിൽ മീറ്റർ ബോർഡോ ഒന്ന് ജസ്റ്റ് ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് അവരോട് പറയണം. അപ്പോൾ അബ്നോർമലായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു വയ്ക്കണം. ഇവിടെ KSEBയുടെ മീറ്റർ റീഡിംഗ് എടുക്കുന്ന സ്റ്റാഫാണ് മീറ്റർ ബോർഡിലെ ഈ കത്തിയ അവസ്ഥ വീട്ടുകാരെ അറിയിച്ചത്. അതുപോലെ എർത്തിങ് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ ആ സർഫസ് വളരെ ക്ലീനാക്കി തന്നെ എർത്ത് വയർ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മെയിൻ ബ്രേക്കർ അതുപോലെ തന്നെ മീറ്റർ ബോർഡ് എന്നീ സ്ഥലങ്ങളിലുള്ള കണക്ഷനുകൾ നമ്മൾ ലെഗോ അല്ലെങ്കിൽ നമ്മൾ ഈ കണക്ടറുകൾ ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്ത് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇയർലി വൺസ് നമ്മൾ ഇത്തരത്തിലുള്ള കണക്ഷനുകൾ ടൈറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. ലോഡ് കൂടുതലുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 6 മന്ത്ലി വൺസ് നമ്മൾ ഇത്തരത്തിലുള്ള ബ്രേക്കറുകളെല്ലാം ടൈറ്റ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ DB. ഇത് കൂടാതെ ഇവർക്ക് 2 DB, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 1 DB അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 1 DB ഉണ്ട്. കൂടാതെ അവിടെ കിച്ചൺ സൈഡിലായിട്ട് സ്വിച്ച് ബോർഡിൽ
വയറെല്ലാം ഉറുമ്പ് തിന്നൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലിയറാക്കി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.